നമ്മൾ ഇന്ന് ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ശൈവ വംശണവ ചൈതന്യങ്ങളുടെ സംഗമ സ്ഥാനമെന്ന് പുകൾപെറ്റ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരം മഹാനഗരത്തിലെ വട്ടിയൂർക്കാവിൽ നിന്നും 2 കിലോമീറ്റർ തെക്കുമാറി കുലശേഖരം ദേശത്ത് പ്രശാന്തസുന്ദരമായ കരമനയാറ്റിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമൻ രാമേശ്വരത്ത് പരമേശ്വര പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ശൈവവംശണവംശമായ ആഞ്ജനേയ സ്വാമി ശൈവവംശണവ മൂർത്തികളെ ഒരുമിച്ച് ദർശിക്കുവാൻ വേണ്ടി ഈ പുണ്യഭൂമിയിൽ ശങ്കരനാരായണ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം. എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഈ ക്ഷേത്രം. എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞാൻ ഇന്നലെ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായി. അവിടെ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ട്. ഓരോ ദിവസവും സമയം വ്യത്യസ്തമാണ്. 8 ദിവസങ്ങളായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. 22-ാം തീയതി തൊട്ട് 1-ാം തീയതി വരെ. മഹാശിവരാത്രിയുടെ അന്ന് രാത്രി അവിടെ പരിപാടികളെല്ലാം ഉണ്ട്. സാധാരണ ദിവസങ്ങളിൽ 8:15, 8:30, 8 മണി, 9 മണി ഒക്കെ ക്ഷേത്രം അടയ്ക്കും. എന്നാൽ ശിവരാത്രിയുടെ അന്ന് രാത്രി മുഴുവൻ ഈ ക്ഷേത്രം തുറന്നിരിക്കും. അവിടെ നിറയെ ലൈറ്റുകൾ ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്നും 2 കിലോമീറ്റർ തെക്കുമാറി കുലശേഖരം ദേശത്ത് കരമനയാറ്റിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം. അവിടെ ഉത്സവപ്പറമ്പിൽ ഉള്ള കടകളൊക്കെ ഉണ്ടായിരുന്നു. ആ കടയിൽ പൊട്ടുകൾ, മാലകൾ, കമ്മലുകൾ, കളിപ്പാട്ടങ്ങൾ, പേഴ്സുകൾ, അങ്ങനെ നിരവധി സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ കോവിലിൽ ഞാൻ പോയ ദിവസം അധികം തിരക്കില്ലായിരുന്നു. ഇതാണ് ആ കോവിലിൽ ഉള്ള എൻട്രി. ആ കോവിലിനകത്തും ഈ ലൈറ്റുകൾ ഇട്ട് വച്ചിട്ടുണ്ടായി. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ തിരുവാതിര അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ പോയപ്പോൾ അവിടെ തിരുവാതിര ഉണ്ടായിരുന്നു. എല്ലാവരും ആ തിരുവാതിര ആസ്വദിക്കുകയായിരുന്നു. ചില കുട്ടികൾ ആ തിരുവാതിര വീഡിയോ ഒക്കെ എടുത്തും ഇരിക്കുകയായിരുന്നു. ഞാനും ഈ തിരുവാതിര വീഡിയോ എടുക്കുകയായിരുന്നു. തിരുവാതിര കാണാൻ നല്ല ഭംഗിയായിരുന്നു. എല്ലാവരും ഈ തിരുവാതിരയ്ക്ക് വേണ്ടി നേരിയ സാരിയൊക്കെയാണ് ഉടുത്തിട്ടുള്ളത്. അവർ ആ തിരുവാതിര കുറേ നേരത്തേക്ക് കളിച്ചുകൊണ്ടിരുന്നു. അവിടെ വൈകിട്ട് അന്നദാനമുണ്ടായിരുന്നു. ഞാൻ പോയ ദിവസം വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് അവർ തിരുവാതിര കളിച്ചിരുന്നത്. എന്നിട്ട് നമ്മൾ തൊഴുത് ഇറങ്ങി. അവിടെ സ്പീക്കറൊക്കെ വെച്ച് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അവിടെ ആൽമരമുണ്ടായിരുന്നു.
ആൽമരത്തിൻ്റെ താഴെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പടം ഉണ്ടായിരുന്നു. താങ്ക് യു all for watching. Love you all. Stay safe. Bye bye. Happy Shivaratri.